അല്ല അതിൻ്റെ അപ്പുറത്ത് ഓട്ടോ കിടപ്പുണ്ട്, ഒരു ഓട്ടോ കിടപ്പുണ്ട്. ആ ശരി, ഓക്കെ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് ഓട്ടോ വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെ ശരി. സുഹൃത്തുക്കളെ, നമ്മളെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോ കിട്ടത്തില്ല. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ വേണ്ടി ഓട്ടോ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഡബിൾ ചാർജാണ് വരുന്നത്. ഡബിൾ ചാർജ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരുത്തനെ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന് പറ്റത്തില്ല. അതായത് ഇവിടെ ഗവൺമെൻറ്റും കാര്യങ്ങളും ആരും ഇല്ല ഇവിടെ ചോദിക്കാനും വേണ്ടി. ഇവർക്ക് തോന്നിയ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ തോന്നിയ പൈസ, ഇങ്ങോട്ട് വരുമ്പോൾ 30 രൂപ, അങ്ങോട്ട് പോകുമ്പോൾ 80 രൂപ. ഇവർ റിട്ടേൺ ഇട്ടാലും ഇപ്പോൾ 60 രൂപയിലേ ആവത്തുള്ളൂ. എന്നാലും അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയാണ്. ഇവരാരും കണ്ട വണ്ടി നമ്പർ ഉൾപ്പെടെ കാണിച്ചു തരാം. ഇവരാരും ഇവിടെ അങ്ങും കയറില്ല. അതെ, KL01 CD 88 ഇത് ഇവരല്ലാതെ കയറത്തുള്ളൂ. അല്ലാത്ത ഓട്ടോ എടുക്കത്തുള്ളൂ. ഇവിടുന്ന് ഓട്ടോ എടുക്കത്തില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇരട്ടി ചാർജ് കൊടുക്കണം. അതെ, അടുത്ത ഓട്ടോകൾ പോകുന്നുണ്ട്. ഇവിടെ ഓട്ടോകൾ ഇല്ലാത്തതല്ല പ്രശ്നം. ഇവിടെ നിർത്തിയിട്ടിട്ട് പോകാൻ വേണ്ടി ഇവൻ്റെ അച്ഛൻ പുറത്തിട്ടേക്കുന്നതാണോ ഈ റോഡെന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട്. ഇവിടെ നിർത്തിയിട്ടിട്ട് പാർക്കിങ് കാര്യങ്ങളൊന്നും അല്ല. ഒന്നെങ്കിൽ ഇവനൊക്കെ ഓട്ടോ ഓടാൻ വേണ്ടി സ്റ്റാൻഡിൽ ഒന്ന് കിടക്കണം, അല്ലെങ്കിൽ അല്ലാതെ കിടക്കണം. അതിനാണ് നമ്പർ പ്ലേറ്റ് ഒന്ന് കാണിച്ചു തരാം. KL01 DX 9981. എൻ്റെ ഒരു സംശയം അതൊന്നുമല്ല. ഇതൊക്കെ ഇവരെയൊക്കെ ഒന്ന് ഏകോപിപ്പിച്ചിട്ട് കറക്റ്റായിട്ട് ഈ കസ്റ്റമേഴ്സ് ഓട്ടോക്കാരുടെ പ്രശ്നം ഇന്ന് നിന്നിട്ട് തുടങ്ങിയതൊന്നുമല്ല. ഇത് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. എന്നിട്ട് ഇന്നേ വരെ ഇതിനൊന്നും ഒരു സൊല്യൂഷൻസ് ഇല്ല. അന്നും ഇന്നും എല്ലാവരും പൊതുജനങ്ങൾ നോക്കൂറ്റിയായിട്ട് വാഴകളായിട്ട് ഇരട്ടി ചാർജ് കൊടുത്ത് പോകേണ്ടി വരുന്നു. ഈ ഓട്ടോ ഉണ്ട് KL01 CY 1560. അതിപ്പോൾ അടുത്ത ഓട്ടോ ഉണ്ട് KL01 CG 4098. റോഡിൽ ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. CHUടെ ബോർഡൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ സ്റ്റിക്കർ ഇട്ട് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. പക്ഷേ അവർ CHU എന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ലീഗലാവുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇതൊക്കെ ഒരു മീറ്റർ ഉണ്ട് കേട്ടോ. കയറിയപ്പോൾ തൊട്ട് ഇതിനകത്തുള്ള സാധനം ഒന്ന് തിരിച്ചു വെച്ചെങ്കിൽ മാത്രമേ മീറ്റർ അടിക്കത്തുള്ളൂ. പക്ഷേ അവരത് ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് അല്ലെന്നുള്ള എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് ഒറ്റ ഓട്ടോക്കാരും ഇങ്ങനെ ഈ മീറ്റർ ഇട്ട് ഓടാറില്ല. കാര്യം അവർക്കൊരു സന്തോഷം, അവർക്കൊരു സുഖം. ഇതാരും ചോദിക്കാൻ വേണ്ടിയില്ല, പറയാൻ വേണ്ടി. ഇപ്പം വിദേശ രാജ്യങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടാക്സിക്കും ഒരേ ചാർജ്. അവർ മീറ്റർ ഇടും, കൃത്യമായിട്ട് ഇതാക്കും. നമുക്ക് ATM അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്തോ വഴി വേണമെങ്കിലും നമുക്ക് കൊടുക്കാനും വേണ്ടിയും പറ്റും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതികളാണ്. പ്രത്യേകിച്ച് രാത്രി ആയിക്കഴിഞ്ഞാൽ, പകൽ പിന്നെ ഓട്ടോ കിട്ടും. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് തോന്നിയ പൈസയ്ക്ക് അവർ ഓടത്തോളൂ. ഞാൻ വയറിന് വേണ്ടിയിട്ട് വളയം പിടിക്കുന്ന പാവപ്പെട്ട ഡ്രൈവർമാരുണ്ട്, ഓട്ടോക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരെയൊക്കെ വളഞ്ഞ് പിടിച്ച് നിർത്തിയിട്ട് ഫൈനും അല്ലാത്ത കുന്തമൊക്കെ കൊടുക്കുന്ന MVD-കാരന്മാരൊക്കെ ഇവിടെ എവിടെയാണെന്ന് ഉള്ള കാര്യം എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു ദ്രോഹ ജനങ്ങളെടുത്തത്. ഞാനൊരു സാധാരണ ഒരു കേരളീയൻ, കൊല്ലംകാർ. പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എൻ്റെ അവസ്ഥ ഇതാ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തന്നെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് കേരളം. ആ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം. അന്നേരം അവിടെ വരുന്ന ഈ ടൂറിസ്റ്റുകളൊക്കെ ഇവനൊക്കെ എന്തൊരു തോന്നിയാസമായിരിക്കും ഇവനൊക്കെ കാണിക്കുന്നുള്ള കാര്യം ആലോചിച്ച് നോക്കി. എൻ്റെ മലയാളിയായിട്ടുള്ള എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള ടൂറിസ്റ്റുകളുടെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്ക് ബ്രോ. വേറെ ഒന്നും കൊണ്ട് പറയുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഈ ഇവനെയൊക്കെ കാരണം നശിച്ചു പോകുന്നത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു നടപടി ഉണ്ടാക്കുക. കാര്യം ജനങ്ങളെ ഇവരിട്ട് പിഴിയുകയാണ്, വെറുതെ പിഴിയുക. അതും സാധാരണക്കാരുടെ വാഹനമായിട്ടുള്ള ഓട്ടോയിൽ കയറുന്ന സാധാരണക്കാരന് പിഴിഞ്ഞ് തിന്നുന്ന ഈ നരഭോജികൾക്കെതിരെ ഒന്നെങ്കിൽ അവർക്കൊക്കെ റേറ്റ് കൂട്ടി കൊടുക്കുക, അതല്ലെങ്കിൽ ഈ ചൂഷണം ഒന്ന് അവസാനിപ്പിച്ച് തരിക. ഒരു പൗരൻ്റെ അവകാശമായിട്ട് അവകാശമല്ലേ, അപേക്ഷയായിട്ട് ഇതിനെ കണക്കാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. അവരുടെയൊക്കെ ശല്യം സഹിക്കാൻ പറ്റാതെ ഇനി നമ്മളങ്ങാണ് ഒരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ഓൺലൈൻ ടാക്സിക്കാരനെ നമ്മളോട് അടികൊള്ളുന്ന അവസ്ഥയാണ് കേരളത്തിൽ. ഓൺലൈൻ കാര്യം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് വിലക്കുറവല്ലേ നോക്കത്തുള്ളൂ. ഇവന്മാർ മാന്യമായിട്ടുള്ള ചാർജ് വാങ്ങിക്കട്ടെ, ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള. ഈ മീറ്റർ വിടത്തില്ല, ഒന്നും വിടത്തില്ല. എന്നിട്ട് അവർക്ക് തോന്നിയ ചാർജ് നമുക്ക് എന്നിട്ട് അവസാനമുള്ള ഓപ്ഷനായിട്ടുള്ള ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊഴിലാളികൾക്ക് മർദ്ദനം. ഇവരും തൊഴിലാളികളാണ്, അവരും തൊഴിലാളികളാണ്. ആർട്ടിക്കിൾ 14 ഇവിടെ ഇക്വാലിറ്റിയുടെ വയലേഷനാണ് നടക്കുന്നത്. രണ്ട് തൊഴിലാളികളിനകത്ത് കുറച്ച് ഗുണ്ടാ തൊഴിലാളികൾ ബാക്കിയുള്ളവരെല്ലാം നശിപ്പിക്കുന്നു. ഓക്കെ, എന്താ വണ്ടി 100 ഇതെന്തോ ഏട്ടാ ഇരിക്കുന്നേ? ഇതെന്തോ ഇത്? അതെന്തിനാ? അത് വർക്കിംഗ് അല്ലേ? ആണോ?
ഈ വർക്കിംഗ് അല്ലാത്ത സാധനമായിട്ട് ഓടാനും വേണ്ടി ലീഗലാണോ? തിങ്കളാഴ്ച ആയതുകൊണ്ട് ആ അപ്പം അത് ചുമ്മാ വെച്ചേക്കുന്നതല്ല, വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ഓടാൻ കുഴപ്പമില്ലല്ലേ? ശരി.